വെൽക്കം ടു സ്റ്റോറി മങ്ക്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആദ്യത്തെ രാജ്യത്തെ പരസ്യ പ്രതിഷേധത്തിന് നാളെ ഡൽഹി സാക്ഷ്യം വഹിക്കുമോ? അതിന് അനുമതി കിട്ടുമോ? കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു സറ്റാറിക്കൽ ഫോമായി രൂപീകരിച്ച അഭിജിത്ത് ദീപ്കെ നാളെ ഡൽഹിയിലേക്ക് എത്തുകയാണ്. ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ തൊട്ടു മുമ്പ് അദ്ദേഹത്തെ ഭരണകൂടം അറസ്റ്റ് ചെയ്യുമോ? ഇങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. നീറ്റ്, അതുപോലെ CBSE 12ാം ക്ലാസ് പരീക്ഷ, സർവകലാശാലകളിലേക്കുള്ള പൊതുപ്രവേശന പരീക്ഷ, ഇതിലൊക്കെ ഉണ്ടായ വലിയ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെതിരെ പ്രതിഷേധിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് CJP അവരുടെ ആദ്യത്തെ പരസ്യ പ്രതിഷേധം ഡൽഹിയിൽ സംഘടിപ്പിക്കുന്നത്. എന്തായിരിക്കും സംഭവിക്കുക? CJP എന്നുള്ളത് ഒരു സാമൂഹ്യ മാധ്യമ കൂട്ടായ്മ എന്നതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ ഫോമിലേക്ക് മാറുമോ? അതിൻ്റെ തുടക്കമാണോ 3 ഔദ്യോഗിക വക്താക്കളെ നിയമിച്ചുകൊണ്ട് അവർ പരസ്യമായി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ വാർത്താസമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിച്ച്? ഇതേക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ എന്താ തോന്നുന്നത്, CJP ഒരു പൊളിറ്റിക്കൽ ഫോർമേഷനിലേക്ക് മാറുകയാണ് എന്നുള്ളതിൻ്റെ മുന്നോടിയാണോ ഈ 3 വക്താക്കളെ ഔദ്യോഗികമായി നിയമിച്ചുകൊണ്ടുള്ള അവരുടെ ആദ്യത്തെ വാർത്താസമ്മേളനം നടന്നത്? അതൊരു ഫിസിക്കൽ ഫോമിലേക്ക്, അതിൻ്റെ ഒരു ഓഫ്ലൈൻ ഫോമിലേക്ക് മാറുകയാണ് എന്ന തീരുമാനമായി കഴിഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയെ ഞാൻ എൻ്റെ ജീവിതം ഏൽപ്പിക്കുന്നു എന്ന മട്ടിൽ ആ ഒരു അർത്ഥം വരുന്ന വിധത്തിലൊരു കമൻ്റ് ഇട്ടുകൊണ്ടാണ് ഈ അഭിജിത്ത് ദീപ്കെ ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നത്, അമേരിക്കയിൽ നിന്ന് പുറപ്പെടുന്നത്. നേരത്തെ തീരുമാനിച്ചിരുന്ന അനുസരിച്ച് ആളുകൾ, ഇതിനെ പിന്തുണക്കുന്ന ആളുകൾ എയർപോർട്ടിലെത്തുക, എന്നിട്ട് അവിടെ നിന്ന് മൂവ് ചെയ്യുക എന്നതായിരുന്നു. ഇപ്പോൾ പറയുന്നത് ഈ ജന്തർ മന്ദറിലെ പ്രൊട്ടസ്റ്റിനുള്ള പെർമിഷൻ എടുക്കാൻ വേണ്ടി ആദ്യം പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക, അതിനുശേഷം അവിടെ നിന്ന് മൂവ് ചെയ്യുക എന്നാണ്. 7 ദിവസം മുമ്പ് പെർമിഷൻ എടുക്കണം എന്നാണ്. ജന്തർ മന്ദറിലെ പ്രക്ഷോഭത്തിന് 7 ദിവസം മുമ്പ് പോലീസിൻ്റെ പെർമിഷൻ എടുക്കണം പ്രക്ഷോഭം നടത്താൻ എന്നതാണ്. ഒരു ഡെസിഗ്നേറ്റഡായ പ്രൊട്ടസ്റ്റ് ഏരിയയാണ് ജന്തർ മന്ദർ എങ്കിൽ പോലും 7 ദിവസം മുമ്പ് നോട്ടീസ് കൊടുത്ത് അതിനുള്ള പെർമിഷൻ എടുത്ത് വേണം അവിടെ പ്രകടനങ്ങളും ധർണയും നടത്താൻ. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ഇതിൻ്റെ വക്താക്കളായി പുതുതായി വന്ന ആളുകൾ അതിൻ്റെ ആവശ്യമുണ്ടോ, ഇതൊരു അങ്ങനെ ഒരു ദിവസം മുൻകൂട്ടി പെർമിഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ, അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളത് അവിടെ വെച്ച് തീരുമാനിക്കാം എന്ന മട്ടിലാണ്. എന്തുകൊണ്ട് നിങ്ങൾ മുൻകൂട്ടി എടുക്കുന്നില്ല? അഭിജിത്ത് വന്നതിന് ശേഷം എന്തിനാണ് പെർമിഷന് പോകുന്നത്? നേരത്തെ പെർമിഷൻ എടുത്തു വെച്ചുകൂടെ എന്ന ചോദ്യത്തിന് അത്തരത്തിൽ ആവശ്യമില്ല എന്ന മട്ടിലാണ്. എനിവേ, പുതുതായി വന്നിരിക്കുന്ന പ്രശ്നം, അല്ലെങ്കിൽ പുതിയൊരു സാഹചര്യം എന്ന് പറയുന്നത്, ഡൽഹിയിൽ വലിയ സ്വാധീനമുള്ള 2 വിദ്യാർത്ഥി സംഘടനകൾ ഐസയും SFIയും ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊടി പിടിക്കാതെ അവർ സമരത്തിനെത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ പിന്തുണയും, യഥാർത്ഥത്തിൽ ഇതിന് പിന്നിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ പിന്തുണയുണ്ട്. ഇവർ തന്നെ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ കൊടി പിടിക്കാതെ ആർക്കും ഈ പ്രൊട്ടസ്റ്റിലേക്ക് കടന്നു വരാം എന്നാണ് പറഞ്ഞത്. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾക്കും അവരുടെ കൊടി പിടിക്കാതെ ഈ സമരത്തിലേക്ക്, ഈ പ്രതിഷേധത്തിലേക്ക് കടന്നു വരാം എന്നുള്ളതാണ് അവരുടെ പ്രഖ്യാപനം. ഇതിൽ ഏറ്റവും പ്രധാനമായി സംഭവിച്ചിരിക്കുന്നത്, നേരത്തെ ഇതിനൊരു ഫ്ലൂയിഡായ രൂപം, എന്താണ് നിങ്ങളുടെ ആവശ്യം, എന്താണ് നിങ്ങളുടെ ഡിമാൻഡ്സ്, എന്ത് കാര്യം മീറ്റ് ചെയ്യാനാണ് നിങ്ങൾ പ്രക്ഷോഭത്തിന് ഇറങ്ങുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു തീർച്ചയുണ്ടായിരുന്നില്ല. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഒരു കമൻറ്റിനോടുള്ള റെസ്പോൺസ് എന്ന മട്ടിൽ തൊഴിലില്ലാത്ത ആളുകളുടെയും ഒരു ജൻസിയുടെ ഒരു പ്രൊട്ടസ്റ്റ് അറിയിക്കാനുള്ള ഒരു ഒരു മീം പ്രൊട്ടസ്റ്റ് ഫോം എന്നതിനപ്പുറത്ത് ഒരു രൂപമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇക്കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അതിനൊരു നിയതമായ രൂപം വന്നിരിക്കുന്നു. ഒന്ന്, CBSE പരീക്ഷയുമായി ബന്ധപ്പെട്ടും നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടും ഉയർന്ന അലിഗേഷൻസിനെ കുറിച്ച് അന്വേഷിക്കുകയും അതിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുകയും ചെയ്യണം എന്ന സോളിഡായ ഒരു ആവശ്യം അവർ മുന്നോട്ട് വച്ചിരിക്കുന്നു. ഈ ആവശ്യമാണ് ഞങ്ങളുടേത് എന്ന് അവരാദ്യമായി പറഞ്ഞിരിക്കുന്നു. ഇതിനു മുമ്പ് പല സ്ഥലങ്ങളിലും ഈ CJPയുടെ ഇതെന്ന് പറയുന്ന പബ്ലിക് മീറ്റിങ്ങുകൾ ഉണ്ടാകും എന്ന് സോഷ്യൽ മീഡിയയിൽ പല ഘട്ടങ്ങളിൽ അനൗൺസ്മെൻറ്റ് വന്നിരുന്നു, കൊച്ചിയിൽ ഉൾപ്പെടെ, ബാംഗ്ലൂർ. പക്ഷേ ഒരിടത്തും ആരും പ്രത്യക്ഷപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അതെല്ലാം ഒരു ഔപചാരികമായിട്ടുള്ള ആഹ്വാനങ്ങളായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇത് പക്ഷേ ഇതിൻ്റെ സ്ഥാപകൻ തന്നെ ഇതിൽ ഇൻവോൾവ് ആണ്, സ്ഥാപകൻ തന്നെ നേരിട്ട് വരുന്നുണ്ട്. അദ്ദേഹം
അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള ഭരണഘടനയുടെ 19-ാം വകുപ്പിലെ വിവിധ ഉപവകുപ്പുകൾ അനുസരിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും പ്രൊട്ടസ്റ്റ് ചെയ്യാനും സമാധാനപരമായി സമ്മേളിക്കാനുമുള്ള സ്വാതന്ത്ര്യം അത് ഇൻവോക്ക് ചെയ്തുകൊണ്ടുള്ള പ്രതിഷേധത്തിന് നേതൃത്വം നൽകും എന്നാണ് പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ വളരെ ശ്രദ്ധാപൂർവം ഉറ്റുനോക്കുന്നു എന്നാണ് നമുക്ക് തോന്നുക. ഒരു തരത്തിലും ഇതിൽ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭത്തെ ഒരു വിപുലമായ പ്രക്ഷോഭമാക്കി മാറ്റാനുള്ള പരസ്യമായ ഒരാഹ്വാനം രാഷ്ട്രീയ പാർട്ടികളുടെ, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. പക്ഷേ അന്തരീക്ഷത്തിൽ ഇതിനെ പിന്തുണയ്ക്കുന്ന സമീപനം പല ആളുകളുടെയും ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇപ്പോഴത്തെ മാറ്റം എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന ഒരു മൂവ്മെൻറ്റ് എന്നതിൽ നിന്ന് നാളെ അത് ഗ്രൗണ്ടിലുള്ള ജനങ്ങൾക്ക് മുമ്പിലുള്ള, ക്യാമറകൾക്ക് മുമ്പിലുള്ള ഒരു പ്രക്ഷോഭമായി തീരുമോ എന്നതാണ് അടിസ്ഥാനപരമായ ചോദ്യം. അല്ല, അങ്ങനെ ഒരു പ്രക്ഷോഭമായി തീരണമെങ്കിൽ ഈ ആഹ്വാനം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ 22 ദശലക്ഷം ആളുകളുടെ പിന്തുണ ഈ CJP എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ആക്ടിവിസത്തിനുണ്ട്. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വലിയ പിന്തുണയുണ്ട്. പക്ഷേ ഇത് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ പിന്തുണയ്ക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിരൂപങ്ങൾ ഗ്രൗണ്ടിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളൊരു ആങ്സൈറ്റി അവിടെയുണ്ട്. ഉണ്ടായിക്കൊള്ളണം എന്ന നിർബന്ധം ഈ വലുപ്പത്തിൽ എന്തായാലും അത് ഉണ്ടാവണമെന്നില്ല. പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനെങ്കിലും ഈ പ്രൊട്ടസ്റ്റിന് ഉണ്ടാകണം. പ്രത്യേകിച്ച് ഇപ്പോൾ നീറ്റിലെ ചോദ്യപേപ്പർ ചോർച്ച എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വർഷം ആദ്യമായി സംഭവിക്കുന്നതല്ല. ഇതിനു മുമ്പ് 2-3 വർഷങ്ങളിൽ ഇതുപോലെ നീറ്റിൻ്റെ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള ആക്ഷേപമുയർന്നു. അത് ചോദ്യപേപ്പർ ചോർന്നതാണ് എന്നുള്ള മട്ടിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നു. ഇപ്പോൾ കോൺക്രീറ്റ് ആയിട്ട് ആ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട് എന്നുള്ള വസ്തുത അവിടെയുണ്ട്. അതിൽ കുറേ പേർ അറസ്റ്റിലായിരിക്കുന്നു. അറസ്റ്റിലായവർക്ക് ഭരിക്കുന്ന പാർട്ടിയുമായി ബന്ധമുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വന്നിരിക്കുന്നു. നീറ്റിൻ്റെ പ്രശ്നം അവിടെ നിൽക്കുന്നു. CBSE പരീക്ഷയുടെ 12ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ അവിടെ നിൽക്കുന്നു. പുനർമൂല്യനിർണ്ണയത്തിന് വേണ്ടിയിട്ട് പരീക്ഷാ പേപ്പറിൻ്റെ പകർപ്പ് ചോദിച്ച ആളുകൾക്ക് മറ്റു പലരുടെയും പരീക്ഷാ പേപ്പറിൻ്റെ പകർപ്പാണ് കിട്ടിയത് എന്നുള്ള പ്രശ്നം അവിടെ നിൽക്കുന്നു. കിട്ടിയ പരീക്ഷാ പേപ്പറിൻ്റെ പകർപ്പ് തന്നെ വ്യക്തതയില്ലാത്തതാണ് എന്നുള്ള പ്രശ്നം വരുന്നു. സ്കാൻ ചെയ്ത് മൂല്യനിർണ്ണയം നടത്തുക എന്നുള്ള ഒരു പുതിയ രീതിയിലേക്ക് വളരെ പെട്ടെന്ന് മാറിയിരിക്കുന്നു. അത് തന്നെയും ഏറ്റവും മോശം രീതിയിൽ കൈകാര്യം ചെയ്ത ഒരു കമ്പനിക്കാണ് ഇതിൻ്റെ കോൺട്രാക്റ്റ് കൊടുത്തത് എന്നുള്ള പ്രശ്നം അവിടെ നിൽക്കുന്നു. അതിൻ്റെ തൊട്ട് പിറകെ ഈ സർവകലാശാലകളിലെ പൊതുപ്രവേശനത്തിനുള്ള പരീക്ഷയിൽ ക്രമക്കേട് നടന്നിരിക്കുന്നു. അത് വേണ്ട രീതിയിലല്ല നടന്നിരിക്കുന്നത് എന്നുള്ള ആക്ഷേപം ഉണ്ടായിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ചുമതലയുള്ള മന്ത്രി ഇതിനെക്കുറിച്ചൊന്നും യാതൊരു വേവലാതിയും ഇല്ലാത്ത ഒരാളാണ്, അല്ലെങ്കിൽ ഇത് കൃത്യമായി നടത്താൻ പാകത്തിനുള്ള ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരാളാണ് എന്നുള്ള ആക്ഷേപമായിരുന്നു. അയാൾ രാജിവെക്കണം എന്ന വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ആവശ്യത്തിലേക്ക് വന്നിരിക്കുന്നു. ഇത് ഒന്ന്, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു സിസ്റ്റം ഫെയിലിയറിൻ്റെ അതിനുള്ള പരിഹാരമുണ്ടാകണം. അതിന് അക്കൗണ്ടബിൾ ആക്കണം, ആളുകളെ, ഉത്തരവാദികളെ അക്കൗണ്ടബിൾ ആക്കണം, അവർക്കെതിരെ നടപടി ഉണ്ടാകണം, അവർ അധികാരത്തിൽ നിന്ന് മാറണം. ഇങ്ങനെ വളരെ സോളിഡായ പൊളിറ്റിക്കലായ ഒരു ആവശ്യത്തിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നു എന്നതാണ്. അതിൽ ഇക്കഴിഞ്ഞ ദിവസം ഈ CBSE പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടിനെക്കുറിച്ച്, അതിലെ അഴിമതിയെക്കുറിച്ച് വലിയ വിപുലമായ അന്വേഷണം നടത്തിയ സാർത്ഥക് സിദ്ധാന്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കരൺ താപ്പറിൻ്റേതായി കഴിഞ്ഞ ദിവസം വന്നു. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളിത് കണ്ടെത്തിയത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുറച്ചു കാലമായി ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നു എന്നാണ്. 17 വയസ്സായിട്ടില്ല ആ വിദ്യാർത്ഥിക്ക്. അപ്പോൾ കുറച്ച് മാസങ്ങളായി അന്വേഷിക്കുകയാണ്. ഇന്ത്യയിലെ മാധ്യമങ്ങൾ, ഇന്ത്യയിലെ അന്വേഷണ സംവിധാനങ്ങൾ ഇതെല്ലാം ചെയ്യേണ്ട പ്രവൃത്തി ഇതിൽ ഇരയാക്കപ്പെടുന്ന, ഇതിന് വിക്റ്റിമായി തീരുന്ന ഒരു വിദ്യാർത്ഥി നേരിട്ട് ചെയ്യേണ്ടി വരുന്നു. അത് പക്ഷേ വിജയകരമായി ചെയ്ത് പൂർത്തിയാക്കുന്നു. അതിനെ വേണം നമ്മൾ ഈ ജെൻസി ഇതിൻ്റെ ഒരു രോഷവുമായി കണക്ട് ചെയ്യാൻ. സ്വന്തം നിലയിൽ തന്നെ അവർ ഇതന്വേഷിച്ച് പോവുകയാണ്. അത് പാർലമെൻ്ററി കമ്മിറ്റിക്ക് മുമ്പിൽ പോലും അപ്പിയർ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നു. ഈ വിധത്തിൽ ഇതൊരു ഫ്രസ്ട്രേഷൻ്റെ, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സിസ്റ്റം ഫെയിലിയർ ആയതിനോടുള്ള രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഫ്രസ്ട്രേഷൻ്റെ ഒരു രൂപകമായി തീരുകയാണ് ഈ അന്വേഷണവും ഈ വിദ്യാർത്ഥിയും. ഈ വിധത്തിൽ ഇതിനൊരു സോളിഡ് രൂപം വന്നിരിക്കുന്നു. അത് പ്രധാനമായും
യുവതലമുറയെ ബാധിക്കുന്ന വിധത്തിലുള്ള അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലാണ് ഇപ്പോൾ ഊന്നുന്നത്. അപ്പോൾ അതിന് നേരത്തെ ഇൻസ്റ്റഗ്രാമിലെ ഒരു മൂവ്മെൻറ്റ് എന്നതിൽ നിന്ന് ഫിസിക്കലായി ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തകർക്കുന്ന രീതിയിലുള്ള അഴിമതിയുടെയും ഈ സംവിധാനം പരാജയപ്പെടുന്നതിനും എതിരെയുള്ളൊരു മൂവ്മെൻറ്റായി അതിനൊരു രൂപം മാറി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു രൂപം കൈവന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ എനിക്ക് തോന്നുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വന്നപ്പോഴും CBSE 12ാം ക്ലാസ് മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട പ്രശ്നം വന്നപ്പോഴും അതുപോലെ ഈ സർവകലാശാലകളിലെ പൊതുപ്രവേശന പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നം വന്നപ്പോഴുമൊക്കെ ഇവിടുത്തെ സാമ്പ്രദായിക പ്രതിപക്ഷ പാർട്ടികളൊക്കെ വലിയ തോതിലുള്ള പ്രസ്താവനകൾ ഇറക്കുകയും അവരുടെ വിദ്യാർത്ഥി സംഘടനകൾ വലിയ പ്രൊട്ടസ്റ്റ് സംഘടിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ NSUI ആണെങ്കിലും അല്ലെങ്കിൽ SFI ആണെങ്കിലും ISA ആണെങ്കിലും ഒക്കെ പ്രൊട്ടസ്റ്റ് തെരുവിൽ തന്നെ സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് നേതൃത്വം നൽകുന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രൊട്ടസ്റ്റ് ഇന്ത്യയിൽ എവിടെയെങ്കിലും നടന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ പറയുന്ന ചെറുപ്പക്കാരെയൊക്കെ പോയി കണ്ടു, ഇവിടെ വലിയ കുഴപ്പം നടക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസത്തെ വേണ്ട രീതിയിൽ ഗൗരവത്തോടെ ഈ ഭരണകൂടം കാണുന്നില്ല എന്ന വിമർശനം ഞാനും എൻ്റെ സഹരാജ്യദ്രോഹികളായ ജോർജ് സോറോസും ഇരിക്കുന്നു എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ പ്രസ്താവനയിലൂടെ അദ്ദേഹം വലിയ തോതിൽ ഇതിനോട് പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ തെരുവിലുള്ളൊരു പ്രൊട്ടസ്റ്റിന് നേതൃത്വം നൽകാനായിട്ട് രാഹുൽ ഗാന്ധി ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പോൾ കേരളത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വന്ന് പിണറായി വിജയൻ്റെ വീട് റെയ്ഡ് ചെയ്ത ഘട്ടത്തിൽ CPMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഓഫീസിന് മുന്നിലേക്ക് മാർച്ചിന് നേതൃത്വം നൽകുന്നത് കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളെങ്കിൽ പോലും ആ മാർച്ചിന് നേതൃത്വം നൽകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതേസമയം ഈ നീറ്റിൻ്റെയോ CBSEയുടെയോ മറ്റേ പൊതുപ്രവേശന പരീക്ഷയുടെയോ ക്രമക്കേടുകൾ പുറത്തു വന്ന ഘട്ടത്തിൽ SFI പ്രതിഷേധിക്കുന്നുണ്ട്. പക്ഷേ CPMൻ്റെ ജനറൽ സെക്രട്ടറി ഇത് തന്നെയാണ് നേരത്തെ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും എതിരെ ഡെക്കാൻ നാഷണൽ ഹെറാൾഡ് കേസിൽ നടപടി ഉണ്ടായപ്പോഴാണ് കോൺഗ്രസ് പാർട്ടി ഡൽഹിയിലൊന്ന് ഇളകിയത്. അല്ലാതെ പൊതുജന പ്രശ്നങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഇളകുന്നത് നമ്മൾ കാണാൻ ഇത് ഒരു പക്ഷേ പുതിയ തലമുറ ഇത് കാണുന്നുണ്ടാകും. അതായത് നമ്മുടെ ദേശീയ പ്രതിപക്ഷ പാർട്ടികളാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ പൊതുവായിട്ടാണെങ്കിലും അവരുടെ നേതാക്കൾ ഉൾക്കൊള്ളുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമേ തെരുവിലേക്ക് എത്തുന്നുള്ളൂ. ജനങ്ങളുടെ സാധാരണക്കാരുടെ യുവതലമുറയുടെ പ്രശ്നങ്ങളെ അതിനെ പ്രശ്നവൽക്കരിച്ച് അതിനെ ഒരു പ്രക്ഷോഭമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ നേതാക്കൾ മുന്നിലില്ല എന്ന അവസ്ഥ. ആ ഒരു ഗ്യാപ്പിൽ നിന്ന് ആ ഒരു വാക്വത്തിൽ നിന്നാണ് CJP പോലെയുള്ള മൂവ്മെൻറ്റ്സ് തന്നെ ഉണ്ടാകുന്നത്. അല്ല, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവരൊന്നും തെരുവിലേക്ക് ഇറങ്ങുന്നില്ല എന്നുള്ള ഒരു ഗ്യാപ്പ് അവിടെ നിൽക്കെ നാളെ ഈ പറയുന്ന അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു പക്ഷേ ഈ 10-16 ദിവസം മുമ്പ് വരെ അത്ര പരിചിതമല്ലാത്തൊരു പേര്, പരിചിതമല്ലാത്ത ഒരു വ്യക്തി, ഒരു യുവാവ്, അദ്ദേഹം നാളെ വിമാനത്താവളത്തിൽ ഇറങ്ങുകയും നേരെ പാർലമെൻറ്റ് സ്ട്രീറ്റിലുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങൾക്ക് പ്രതിഷേധത്തിന് അനുമതി നൽകണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ ഇന്നലെ ആ വാർത്താസമ്മേളനത്തിൽ വേറൊരു കൗതുകകരമായിട്ടുള്ള കാര്യം കൂടെ അവർ പറഞ്ഞു. ഞങ്ങൾ അവിടെ പോയി അനുമതി ചോദിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന പോലീസുകാരുടെ മക്കൾ നീറ്റ് എഴുതിയിട്ടുണ്ടാവും, അവരുടെ മക്കൾ CBSE +2 പരീക്ഷ എഴുതിയിട്ടുണ്ടാവും, അവരും ഇതേ പ്രശ്നം അനുഭവിക്കുന്ന ആളുകളായിരിക്കും, അവർക്ക് ഞങ്ങൾക്ക് അനുമതി തരാതിരിക്കാൻ കഴിയില്ല എന്നുകൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ വെച്ചാൽ ഞാൻ പറയുന്നത് ഈ വ്യവസ്ഥാപിതമായ പ്രതിപക്ഷത്തിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് ഇല്ലായ്മയിൽ നിന്നുകൂടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ CJP എന്ന് പറയുന്നൊരു സംഗതിയുടെ എൻട്രി നടക്കുന്നത്. ആ എൻട്രി എത്രത്തോളം പ്രാക്ടിക്കലി ഗ്രൗണ്ടിൽ എത്രത്തോളം പ്രായോഗികമായി നടക്കും എന്നുള്ളത് നമ്മൾ നാളെ കാണാനിരിക്കുന്നതേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ കാണുന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഗ്രൗണ്ടിൽ ഉണ്ടാകുമോ ഗ്രൗണ്ടിൽ ഉണ്ടാകണമെന്നില്ല. പക്ഷേ അതിനർത്ഥം ആ മൂവ്മെൻറ്റിന് പ്രസക്തിയില്ല എന്നല്ല. ഈ വിധത്തിലുള്ള ഫ്രസ്ട്രേഷൻ യുവതലമുറയിലുണ്ട് എന്ന് ഇതിനകം വളരെ വ്യക്തമായി കഴിഞ്ഞു. ഇതിൽ പലതരത്തിലുള്ള നിയമപരമായ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഈ CJPയുടെ എക്സ് അക്കൗണ്ട് അതിനെ സ്റ്റേ ചെയ്തതിന്, അതിനെ വിഡ്രോ ചെയ്തതിനെ വിത്ത്ഹെൽഡ് ചെയ്ത് വെച്ചതിനെതിരെയുള്ള ഒരു ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ കിടക്കുന്നുണ്ട്.
സുപ്രീം കോടതിയിൽ തന്നെയുണ്ട്. അലഹബാദ് ഹൈക്കോടതിയിൽ വേറൊരു കേസ് പോയിരുന്നു, ഇദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു കേസ്. ഇതെല്ലാം പല പല കോടതികളിലായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അന്വേഷണം തൽക്കാലം അലഹബാദ് ഹൈക്കോടതി കോടതികളിലെ കേസുകൾ മാത്രമല്ല, മറ്റു പല അലിഗേഷൻസും ഉണ്ട്. കാരണം ഇവർക്ക് ഫണ്ട് കിട്ടുന്നത് എവിടെയാണ് എന്നുള്ള ക്വസ്റ്റ്യൻ വേറെ പല ഭാഗങ്ങളിലായിട്ട് വരുന്നുണ്ട്. കാരണം CJP എന്ന് പറയുന്ന ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ടാക്കി ഇത്രയും വലിയൊരു ഒരു പ്രക്ഷോഭത്തിൻ്റെ മുനമ്പിലേക്ക് എത്താൻ പാകത്തിനുള്ള ഇവരെ ഓർഗനൈസ് ചെയ്യുന്നത് ആരാണ്, ഇവർക്ക് ഫണ്ട് കിട്ടുന്നത് ഇവർക്കത് വിശ്വസിക്കാൻ, അതായത് വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ മൂവ്മെൻറ്റിൻ്റെ വലുപ്പത്തെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതിന് പിന്നിൽ മറ്റാരോ ഉണ്ട്, അതല്ലെങ്കിൽ മറ്റേതോ ശക്തികളുണ്ട് എന്ന വിധത്തിലാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ അതിനെ കാണുന്നത്. പ്രത്യേകിച്ചും ഭരണപക്ഷത്തെ രാഷ്ട്രീയ പാർട്ടികൾ അതിനെ കാണുന്നത്. ഇതിനെ നിയമപരമായി ഇതിൽ ഒരു ഫോറിൻ ഹാൻഡ് ഉണ്ട് എന്ന് പറഞ്ഞ് കോടതികളിലേക്ക് എത്തിക്കുക, ആ തരത്തിലുള്ള അന്വേഷണം നടത്തുക, അങ്ങനെയൊക്കെയുള്ള ശ്രമങ്ങളാണ്. പക്ഷേ ഈ ശ്രമങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഒരു ഭീതിയിൽ നിന്നുള്ളതാണ്, ഈ മൂവ്മെൻറ്റിൻ്റെ ഒരു വലുപ്പത്തെ പേടിക്കുന്നത് കൊണ്ടുള്ളതാണ് എന്ന് വളരെ വ്യക്തമാണ്. നാളെ അവർക്ക് പെർമിഷൻ കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും അത് ഈക്വലി റെലവൻ്റ് ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പെർമിഷൻ കിട്ടിയിട്ടില്ലെങ്കിലും ഈ ഭീതി കൊണ്ടാണ് പെർമിഷൻ ഇല്ലാത്തത് എന്ന് മനസ്സിലാക്കപ്പെടും. ഇത് പറയുമ്പോഴേ ഞാൻ നാളത്തെ ഒരു എക്സ്പെക്റ്റേഷനെ കുറിച്ച് ചോദിക്കുക. ഈ അനുമതി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒരു ഒരു പ്രതിഷേധത്തിൻ്റെ രൂപമായിട്ട് അതവിടെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ആദ്യം പാർലമെൻറ്റ് സ്ട്രീറ്റിലെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോവുക എന്ന് പറയുന്നത്. അത് തന്നെ ഒരു പ്രൊസഷനായി പോകാനുള്ളൊരു സാധ്യത അവിടെ അവശേഷിക്കുന്നു. ഇനി അനുമതി കിട്ടിയില്ല, ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിന് അനുമതി കിട്ടിയില്ലെങ്കിൽ പോലും ഒരു പ്രതിഷേധത്തിൻ്റെ രൂപമായി പാർലമെൻറ്റ് സ്ട്രീറ്റിലെ പോലീസ് സ്റ്റേഷനിലേക്കുള്ള യാത്ര ഒരു പക്ഷേ അവർ പ്ലാൻ ചെയ്തേക്കാം. ഒന്നാമത്തെ കാര്യം, ഭരണകൂടം എങ്ങനെയായിരിക്കും ഇതിനോട് റിയാക്ട് ചെയ്യുക എന്നുള്ളൊരു കൗതുകം അവിടെ അവശേഷിക്കുന്നത്. കൗതുകമോ അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ആശങ്കയോ അവിടെ അവശേഷിക്കുന്നുണ്ട്. അഭിജിത് ദീപ്കെ വന്നിറങ്ങുന്ന ആ നിമിഷം തന്നെ ഒരു പക്ഷേ അയാളെ ഡീറ്റെയിൻ ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെ അവശേഷിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞത്, ഞാൻ ഇന്ത്യൻ ഭരണഘടനയുടെ വ്യവസ്ഥകളിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നത്. കാരണം ഇന്ത്യൻ ഭരണഘടന പൗരൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം, പൗരൻ്റെ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം, പൗരൻ്റെ പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വ്യവസ്ഥകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടല്ലോ. അപ്പോൾ അതിനെ വിശ്വസിച്ചുകൊണ്ട് ഞാനിങ്ങോട്ട് വരുന്നു എന്ന് അദ്ദേഹം പറയുന്നത് അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഭരണകൂടം എങ്ങനെയായിരിക്കും ഇതിനോട് റിയാക്ട് ചെയ്യുക എന്നുള്ളത്. അഭിജിത് ദീപ്കെ എന്ന ഇതിൻ്റെ ഫൗണ്ടറെ തടഞ്ഞു വെച്ചാലും ഇല്ലെങ്കിലും, അദ്ദേഹത്തിന് മൂവ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചാലും ഇല്ലെങ്കിലും, ജന്തർ മന്ദറിലെ പ്രക്ഷോഭത്തിന് അനുമതി നൽകിയാലും ഇല്ലെങ്കിലും, ഇത് അടിത്തട്ടിലൊരു പ്രക്ഷോഭം എന്ന മട്ടിൽ അത് കണ്ടെയ്ൻ ചെയ്യാൻ കഴിയില്ല. കാരണം പ്രക്ഷോഭം അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ, അമർഷം, രോഷം അവിടെ ഉണ്ട് എന്ന് വ്യക്തമായി കഴിഞ്ഞു. അതിന് നിയമപരമായുള്ള പ്രതിഷേധത്തിനുള്ള അനുമതി കൂടി ഇല്ലാതാവുക എന്നാൽ ആ അമർഷം കൂടുതൽ വ്യാപിക്കുക എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിൻ്റെ ഒരു വലുപ്പമൊക്കെ വെച്ച് ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ പ്രതിഷേധം നടന്നു പോകാനുള്ള സാഹചര്യം ഒരിക്കലായിരിക്കും ഒരുപക്ഷെ സംഭവിക്കുക. ലക്ഷക്കണക്കിന് ആളുകളോ പതിനായിരക്കണക്കിന് ആളുകളോ ഈവൻ ആയിരക്കണക്കിന് ആളുകൾ പോലും അവിടെ വന്നുകൊള്ളണമെന്നില്ല. യഥാർത്ഥത്തിൽ ഒരുപക്ഷെ ഒരു ഹൺഡ്രഡ്സ് ഓഫ് ആ ഒരു ലെവലിലുള്ള ഒരു ഗ്യാതറിങ് മാത്രമായിരിക്കാം അത്. എന്നാൽ പോലും അടിത്തട്ടിലുള്ള ഈ രോഷം യുവതലമുറയിൽ ഇന്ത്യൻ യുവത്വത്തിനെ ഡീപ്പായ ഒരു അമർഷം ബാധിച്ചിരിക്കുന്നു എന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നാളത്തെ കാര്യത്തിൻ്റെ ഒരു വിജയം, അത് വലിയ ഒരു ജനക്കൂട്ടമുണ്ടാവുക, വലിയൊരാൾക്കൂട്ടം വന്ന് വലിയ പ്രതിഷേധം നടത്തുക എന്നത് സംഭവിച്ചില്ലെങ്കിൽ കൂടി ഇതിനെ ഭീതിയോടുകൂടി മാത്രമേ ഭരണത്തിലിരിക്കുന്ന ആളുകൾക്ക് കാണാൻ കഴിയൂ. അവരങ്ങനെയാണ്. മറിച്ച് അപ്പുറത്ത് ഇപ്പോൾ ഐസയും SFIയും ഇതിനകം തന്നെ ആ പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവർ പങ്കെടുക്കും, അവരുടെ പാർട്ടി ചിഹ്നങ്ങളില്ലാതെ തന്നെ പങ്കെടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മറ്റു പല സംഘടനകളും ഒരു പക്ഷേ ഇന്ന് അതിലേക്ക് ജോയിൻ ചെയ്യാനുള്ളൊരു സാധ്യത അവിടെയുണ്ട്. AAP ഇതിനകം തന്നെ അവരുടെ പിന്തുണ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിൻ്റെ പല നേതാക്കളും അതിനോട് ഐക്യപ്പെട്ടിട്ടുണ്ട്. RJDയുടെ നേതാവാണ് കഴിഞ്ഞ ദിവസം കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ അവർക്ക് വാർത്താ സമ്മേളനം നടത്താനുള്ള ഇത് ബുക്ക് ചെയ്ത് കൊടുക്കുന്ന അഖിലേഷ് യാദവിൻ്റെ പിന്തുണയുണ്ട്. അപ്പോൾ മറ്റു പല പ്രതിപക്ഷത്തെ പല പാർട്ടികളുടെയും പരോക്ഷമോ പ്രത്യക്ഷമോ ആയ പിന്തുണ
ഇതിനകം തന്നെ CJPയുടെ ഈ പ്രൊട്ടസ്റ്റിന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു പങ്കാളിത്തം ഉണ്ടാകാനുള്ളൊരു സാധ്യത അവിടെ അവശേഷിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ പ്രതിപക്ഷ പാർട്ടികളുടെ പങ്കാളിത്തം ഉണ്ടായാൽ സർക്കാരിന് ഇതിനെ ബ്രാൻഡ് ചെയ്യാൻ വളരെ എളുപ്പമായി തീരില്ലേ? നെഗറ്റീവ്ലി ബ്രാൻഡ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമായി. ആ ഒരു സാധ്യത അവിടെയുണ്ട്. പക്ഷേ ആരുടെയും ബാനർ ഇല്ലാതെ, ആരുടെയും കൊടികളില്ലാതെ ഈ പ്രക്ഷോഭത്തിലേക്ക് സ്വാഭാവികമായി ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ അല്ലെങ്കിൽ കാർഷിക നിയമ ഭേദഗതിക്കെതിരെയൊക്കെ ഉയർന്ന പ്രതിഷേധത്തിന് ശേഷം രാജ്യം കാണുന്ന ഏറ്റവും വലിയ ഒരു പ്രതിഷേധമായി രൂപമെടുക്കാനുള്ള ഒരു സാധ്യത ഈ ഹസാരെ മൂവ്മെന്റിനൊക്കെ സമാനമായൊരു മൂവ്മെന്റ് എന്ന മട്ടിൽ ഇത് വളർന്നു വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായൊരു വ്യത്യാസം നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഹസാരെ മൂവ്മെന്റ് വരുമ്പോൾ മാധ്യമങ്ങളാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോയത്. ഇപ്പോൾ ആ മാധ്യമങ്ങൾ അവിടെ ഇല്ല. ആ മാധ്യമങ്ങൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഇതിലാണുള്ളത്. ആ മാധ്യമങ്ങൾ മുഴുവനും ഇവർക്ക് രാജ്യവിരുദ്ധ താല്പര്യങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ. അങ്ങനെ മാധ്യമങ്ങളാൽ പിന്തുണക്കപ്പെടുന്ന ഒരു പ്രക്ഷോഭം എന്നത് ഇനി ഇവിടെ സാധ്യമല്ല എന്ന വിധത്തിൽ മാധ്യമങ്ങൾ ഏറ്റെടുക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ വ്യത്യാസം അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ജനം കൂടിയാലും, വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ യുവതലമുറയിലെ ഒരു തലമുറ തന്നെ വന്നു നിന്ന് സമരം നടത്തിയാലും ആ സമരത്തെ സ്പ്രെഡ് ചെയ്യുന്നതിലേക്ക്, മറ്റുള്ള രീതിയിൽ അത് സ്പില്ല് ചെയ്യുന്നതിൽ നിന്ന് തടയുന്ന വിധത്തിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാകും. മാധ്യമങ്ങളുടെ പിന്തുണ അതിന് ആ തരത്തിലുള്ള പിന്തുണ ഇല്ല എന്നത്. അതേസമയം വ്യവസ്ഥാപിത മുഖ്യധാരാ മാധ്യമങ്ങളല്ല ഈ മൂവ്മെൻറ്റിൻ്റെ ശക്തി എന്നതാണ്, അല്ലെങ്കിൽ അത്തരം മാധ്യമങ്ങളെ ആശ്രയിച്ചല്ല ഇത് മുന്നോട്ട് പോകുന്നത് എന്നതാണ് അതിനെ മറികടന്നു പോകാനുള്ള സാധ്യതയും ഉണ്ടെന്ന് തോന്നുന്നത്. റൈറ്റ്. എന്തായാലും സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള വലിയ പിന്തുണയുടെ ഏതളവിലുള്ള പ്രതിഫലനം നാളെ ഡൽഹിയിൽ CJP നടത്തുന്ന പ്രതിഷേധത്തിനുണ്ടാകും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഈ പ്രതിഷേധത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ എത്രത്തോളം അവഗണിക്കാൻ ശ്രമിച്ചാലും ആ പ്രതിഷേധം അവസാനിക്കുമോ ഇല്ലയോ എന്നുള്ളതും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും വളരെ കാലത്തിന് ശേഷം പുതിയൊരു പ്രതിഷേധത്തിനും പുതിയൊരു പ്രതിഷേധ രൂപത്തിനും ഡൽഹി ഒരുപക്ഷെ നാളെ സാക്ഷ്യം വഹിച്ചേക്കാം. അതിനോട് ഭരണകൂടം ഏത് വിധത്തിലായിരിക്കും പ്രതികരിക്കുക എന്നുള്ളതും കൗതുകത്തോടുകൂടി നോക്കിക്കാണേണ്ടി വരും. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.